മഴയൊന്ന് മാറിയപ്പോഴേക്കും മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. മൊത്തം പൊടി പിടിച്ച് കിടക്കുമായിരുന്നേ. വൈകിട്ടായപ്പോൾ ഞാനും ഉമ്മച്ചിയും കുട്ടികളും കൂടി ഉടുമ്പന്നൂർ വരെ വന്നതാണ്. കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു, പച്ചക്കറി അതും ഇതൊക്കെ. അതെല്ലാം വാങ്ങിച്ചതിന് ശേഷം നമ്മളൊരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ കയറിയതാണ് കേട്ടോ. അടുത്ത ദിവസം ഒരു കയറിക്കൂടലുണ്ട്. അങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു. അപ്പോഴേക്കും അഫി അവിടെ ഇരുന്ന ഒരു വണ്ടിയിൽ പിടിച്ച് നോക്കിയപ്പോൾ പാട്ട് കേട്ടു. ആളാകെ പേടിച്ച് പോയി, നിർത്താനും പറ്റുന്നുണ്ടായിരുന്നില്ല. നിധിക്കുട്ടിയാണെങ്കിൽ വന്നപ്പോൾ മുതൽ ആ സൈക്കിളിൽ കയറിയിരിക്കുന്നതാണ് കേട്ടോ. ആൾക്കത് നല്ല ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഉമ്മച്ചി പിന്നെ കുറേ സാധനങ്ങൾക്കൊക്കെ വിലയൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. നിധിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സൈക്കിളിൽ നിന്ന് ഇറക്കാൻ നോക്കിയിട്ട് ആൾ ഇറങ്ങുന്നുണ്ടായിരുന്നു. നമ്മൾ കടയുടെ പുറത്തിറങ്ങി നിന്ന് വിളിച്ചിട്ടും അവൾ വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ഞാനവിടെ ഒളിച്ച് നിന്നു. അപ്പോൾ നമ്മളെ കാണാത്തതുകൊണ്ട് പേടിച്ചിറങ്ങി വരുന്നതാണ്. പിന്നെ ഗിഫ്റ്റൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് വാങ്ങിച്ചു. അവൾക്ക് തലയിൽ കെട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബുഷ് വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഇത് മറ്റേ സംഭവം എന്താണ്, ഇട്ടാപ്പൊട്ടി, അതും വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി. പിന്നെ അഫിക്കാണെങ്കിൽ കുറേ പഠിക്കാനോ അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് വീഡിയോ ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചെയ്തു. ഇത് നിധിക്കുട്ടിയുടെ ഇപ്പോൾ മെയിൻ ഹോബിയാണ് കേട്ടോ. തൊട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് ആടുക എന്നുള്ളത്. ഒന്ന് പേടിപ്പിച്ച് നോക്കാൻ പറയുമ്പോൾ ഇങ്ങനെ നോക്കൂട്ടോ ആൾ. ഭയങ്കരമായിട്ട് ഈ പുരുവൊക്കെ ഇങ്ങനെ ചുളുക്കിയിട്ട് നോക്കും. അത് കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പേടിപ്പിച്ചതെന്ന് പറയും.